ന്യൂസിലാൻഡിലെ പടിഞ്ഞാറൻ വൈറ്റാക്കോയ് ജില്ലയിലെ പിയോ ഗ്രാമത്തിൽ 3 കുട്ടികളുമായി 4 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്ന ടോം ഫിലിപ്സ് പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടു. ഫിലിപ്സ് തന്റെ കുട്ടികളായ എംബർ, മാവറിക്, ജെയ്ഡ എന്നിവരുമായി ഒളിവിൽ കടന്നുപോയ ഒരു വ്യക്തിയാണ്. 4 വർഷത്തിനിടയിൽ കുട്ടികളുടെ സുരക്ഷ, വിദ്യാഭ്യാസം, മാനസികാരോഗ്യം ഫിലിപ്പ് നിർബന്ധമായി നിയന്ത്രിക്കേണ്ട സാഹചര്യമായിരുന്നു. കുടുംബ പശ്ചാത്തലവും ഫിലിപ്പ് തന്റെ മാതാപിതാക്കളുമായുള്ള ബന്ധവും ഈ സംഭവത്തോടെ വേർപെടുകയായിരുന്നു. 2021 ഡിസംബറിൽ ഫിലിപ്സ് കുട്ടികളുമായി നോർത്ത് ഐലൻഡിലെ ഒരു ഗ്രാമീണ പട്ടണത്തിൽ നിന്നും അപ്രത്യക്ഷനായി. അമ്മയുമായുള്ള കസ്റ്റഡി തർക്കം ഇതിന് കാരണമായിരുന്നു. ഫിലിപ്സിന്റെ മാതാപിതാക്കളും പ്രത്യേകിച്ച് അമ്മ ജൂലിയയും തന്റെ മകനെയും കുട്ടികളെയും കണ്ടെത്താനാവാത്ത സ്ഥിതിയെക്കുറിച്ച് വലിയ വികാരഭരിതമായ പ്രഭാവം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. മകനും കുട്ടികളും ഒളിവിൽ പോയതിനു ശേഷം അമ്മ ജൂലിയ മാധ്യമങ്ങളിലൂടെയും സമൂഹത്തിലൂടെയും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥന നടത്തിയിരുന്നു. ജൂലിയ മാധ്യമങ്ങളിലൂടെയും സമൂഹത്തിലൂടെയും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. ഫിലിപ്സിന്റെ ജീവിതം, കുട്ടികളോടുള്ള ഉത്തരവാദിത്വവും സുരക്ഷയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ, സമൂഹ നിയമപരമായ എല്ലാ പരിമിതികളും ഒരുപക്ഷെ അസാധാരണമായ ഒളിവിന്റെ അനുഭവങ്ങളായി മാറുകയായിരുന്നു. 2025 സെപ്റ്റംബർ തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് പടിഞ്ഞാറൻ വൈറ്റാക്കോയ് പ്രദേശത്തെ പിയോയിൽ ഫിലിപ്സ് പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ഫാമിന്റെ സപ്ലൈ ഷോപ്പിൽ നടന്ന മോഷണത്തിന് ശേഷം ഹെഡ്ലാമ്പുകൾ ധരിച്ച ഫിലിപ്സ് തന്റെ മകൻ ജെയ്ഡയ്ക്കൊപ്പം ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഗ്രാമത്തിലെ ഒരു നിരീക്ഷകനാണ് സംഭവത്തെ ശ്രദ്ധിച്ച് പോലീസിനെ വിവരം നൽകിയതും ഈ സംഭവത്തെ നിയന്ത്രിക്കുന്നതിന്റെ തുടക്കമിട്ടതും. 1 മണിക്കൂറിനകം പോലീസിന്റെ സംഘം ഫിലിപ്സിന്റെയും ജെയ്ഡിന്റെയും വഴി തടഞ്ഞു. ഫിലിപ്സ് ഈ അവസരത്തിൽ തന്റെ പവർ റൈഫിൾ ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് വെടിവെച്ചു. സമീപത്തുള്ള പോലീസുകാരൻ ഫിലിപ്സിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ജെയ്ഡയെ പോലീസ് കസ്റ്റഡിയിലേക്ക് എടുത്തിരിക്കുകയാണ്. വെടിയേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിലിപ്സിന്റെ ബൈക്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തെളിവുകൾ ഇവയൊക്കെയാണ്. തോക്കുകളും മോഷ്ടിച്ച വസ്ത്രങ്ങളും ചെരുപ്പുകളും പോലീസ് പ്രമാണമായി സ്വീകരിക്കുകയാണ്. കുട്ടികളും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അവരുടേതായ മാനസികാരോഗ്യ പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ്. കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ടെത്തിയെന്നും അവർ സംവേദനമായി സഹകരിച്ചെന്നും പോലീസ് അറിയിക്കുകയാണ്. കുട്ടികൾക്ക് പിതാവിന്റെ മരണത്തെപ്പറ്റി അറിയിച്ചിട്ടുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ള വിവരം ലഭ്യമല്ല. ഫിലിപ്സിന്റെ അമ്മ ജൂലിയ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുകയും അവരെ പരിചരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പിന്തുണ നൽകുകയും ചെയ്തു. കുട്ടികൾക്ക് ഇത് വലിയ മാനസിക പ്രതിസന്ധിയാണെന്ന് സാമൂഹിക പഠന വിദഗ്ധർ വ്യക്തമാക്കുകയാണ്. 4 വർഷത്തെ ഒളിവിന് ശേഷം അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും സുരക്ഷിത ചങ്ങാതികൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഉയർന്നിരിക്കുകയാണ്. ടോം ഫിലിപ്സ് 2021 ഡിസംബറിൽ നോർത്ത് ഐലൻഡിലെ ഒരു ഗ്രാമീണ പട്ടണത്തിൽ നിന്നും അപ്രത്യക്ഷനാവുകയായിരുന്നു. കുട്ടികളുമായാണ് അപ്രത്യക്ഷനായത്. സാമൂഹിക, സാമ്പത്തിക, നിയമപരമായ പരിമിതികൾ കാരണമായിരുന്നു അദ്ദേഹം പോയത്. ഫിലിപ്സിന്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മ ജൂലിയ, മകനും കുട്ടികൾക്കുമായുള്ള ബന്ധത്തിന് വലിയൊരു ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നിരന്തരമായ നിയമവ്യവസ്ഥയും സാമൂഹിക പിന്തുണയും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് ഒളിവിൽ പോകേണ്ടി വന്നു. ഫിലിപ്സ് സാമ്പത്തികമായി പ്രതിസന്ധിയിലായിരുന്നു. വരുമാനമില്ലാത്തതിനാൽ ബിസിനസ്, മോഷണം എന്നിവ ജീവിത മാർഗങ്ങളായി മാറി. ഈ സാഹചര്യത്തിൽ പിന്നീട് പിയോയിലെ ഫാമിലെ സപ്ലൈ ഷോപ്പിലും മോഷണത്തിലും പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഫിലിപ്സിന്റെ അപ്രത്യക്ഷതയും ബാലർക്കൊപ്പം ജീവിച്ചിരുന്ന ജീവിതവും വെടിവെപ്പും ന്യൂസിലാൻഡിലെ സമൂഹത്തിലും മാധ്യമങ്ങൾക്കിടയിലും വലിയ ചർച്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ കുട്ടികളുടെ സുരക്ഷ, പോലീസിന്റെ ഇടപെടൽ, കുടുംബ പ്രശ്നങ്ങൾ സമഗ്രമായി വിശകലനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഫിലിപ്സിന്റെ സംഭവത്തിന് ശേഷം കുട്ടികളുടെ സുരക്ഷ, നിയമനിയന്ത്രണം, മാതാപിതാക്കളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ എന്നിവ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. വെടിവെപ്പ് പോലീസിന്റെ സമഗ്ര പരിശീലനവും നിയന്ത്രണ നടപടികളുമായാണ് വ്യക്തമാകുന്നത്. ഫിലിപ്സ് പോലീസിനെ നേരിട്ട് വെടിവെച്ചപ്പോൾ ഉടൻ സമീപിച്ച പോലീസുകാരൻ ഫിലിപ്സിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ജെയ്ഡയെ പിടിച്ചെടുത്ത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നീളമുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. വെടിയേറ്റ പോലീസുകാരൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യത്തിൽ ശസ്ത്രക്രിയ നടത്തിയെന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനായി ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹിക സേവന വകുപ്പുകൾ സജീവമായി ഇടപെടുകയാണ്. കുട്ടികൾക്ക് 4 വർഷത്തെ ഒളിവ് ജീവിതത്തിൽ ഉണ്ടായ മാനസിക സമ്മർദ്ദം, സാമൂഹിക പരിമിതികൾ വ്യാപകമായി വിലയിരുത്തപ്പെടുകയാണ്. കുട്ടികൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ആവശ്യമായ പിന്തുണ ഉറപ്പാക്കുന്നതായി സർക്കാർ പ്രധാനമായും ശ്രദ്ധിക്കുകയാണ്. ഫിലിപ്സിന്റെ അമ്മ ജൂലിയ തന്റെ മകനും കുട്ടികളുമായുള്ള ബന്ധത്തിനുള്ള വികാരപരമായ പ്രതിഫലനം പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രകടിപ്പിക്കുകയാണ്.
കുട്ടികളുടെ സുരക്ഷിതത്വം മുൻ പരിഹാരമാണെന്ന് അവർ വ്യക്തമാക്കുകയാണ്. മാതാപിതാക്കൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം സുരക്ഷിതമാക്കാൻ നീണ്ടു നിൽക്കുകയാണ്. ഫിലിപ്സിന്റെ സംഭവം കുട്ടികളുടെ സുരക്ഷിതത്വവും നിയമ ഇടപെടലുകളും ന്യൂസിലാൻഡിന്റെ സമൂഹത്തിൽ രാജ്യാന്തര തലത്തിൽ ചർച്ചാ വിഷയമായി ഇപ്പോൾ നിലനിൽക്കുകയാണ്. മനുഷ്യാവകാശ, കുട്ടികളുടെ സുരക്ഷ, ബാലാവകാശ ചർച്ച എന്നിവയ്ക്ക് ഇടയാക്കിയ ഈ സംഭവം രാജ്യാന്തര മാധ്യമങ്ങളിലൂടെ വലിയ ശ്രദ്ധയാണ് നേടിയിരിക്കുന്നത്. നിയമപരമായ വീക്ഷണങ്ങളാൽ വീണ്ടും വീണ്ടും വിലയിരുത്താൻ ഇത് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫിലിപ്സിന്റെ വെടിവെപ്പും കുട്ടികളുടെ 4 വർഷത്തെ ഒളിവും സാമൂഹിക കുടുംബ നിയമ പ്രശ്നങ്ങളുമായി ചേർന്ന് ഒരു സമഗ്ര മനുഷ്യാവകാശ സുരക്ഷാ വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്.